രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതായത് 2026 തുടക്കത്തിൽ രാജ്യത്തെ വലിയ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കേരളം, ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 5ഇടത്തും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ആസാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ട കൊത്തളമായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ റാണി എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ആസാം, തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസ് നേതാവ് തന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ സംസ്ഥാനം, തേയിലകളുടെ നാട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സഞ്ചാരം നടത്തുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം. ആ ആസാമിലാണ് കോൺഗ്രസ് പാളയത്തിലുണ്ടായിരുന്ന, കോൺഗ്രസിനകത്ത് തരുൺ ഗൊഗോയുടെ ശത്രുവായിരുന്ന, അല്ലെങ്കിൽ തരുൺ ഗൊഗോയുമായി നിരന്തരം ഗുസ്തി പിടിച്ചിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന നേതാവിനെ അടർത്തിയെടുത്ത BJP പാളയത്തിൽ എത്തിക്കുകയും ഹിമന്ത ബിശ്വ ശർമ്മ നാഴികക്ക് 40 വട്ടം പച്ചവെള്ളത്തിൽ തീപിടിക്കുന്ന വർഗീയത പറഞ്ഞ ആസാമിന്റെ ഭരണം കോൺഗ്രസിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. ഒരു കാലത്ത് ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാം മതവിശ്വാസികളും അടക്കം എല്ലാവരും ഒരേ മനസ്സോടുകൂടി ജീവിച്ചിരുന്ന ആസാമിന്റെ മണ്ണ് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ വിഭജിക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കഴിഞ്ഞു. ആ വിഭജന രാഷ്ട്രീയം പയറ്റി അദ്ദേഹം അസാമിന്റെ മുഖ്യമന്ത്രിയുമായി. എന്നാൽ ആസാമിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങൾ, അടിക്കടി ഉണ്ടാകുന്ന പോലീസുമായുള്ള സംഘർഷങ്ങൾ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് എന്ന ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ലോക്സഭയിലേക്ക് ആസാമിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചു. തുടർന്ന് അദ്ദേഹം എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായി ആസാമിൽ മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ പദയാത്രകൾ, റാലികൾ, സർക്കാരിനെതിരായ പോരാട്ടങ്ങൾ നയിച്ച തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ് ആസാമിൽ പട നയിക്കുമ്പോൾ 126-ൽ ഇത്തവണ 100-ലധികം സീറ്റുകൾ കോൺഗ്രസ് മത്സരിക്കും. മറ്റ് സീറ്റുകൾ ചെറുകക്ഷികൾക്ക് വീതിച്ചു നൽകുമെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആസാമിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ കൂടി പ്രചരണത്തിനെത്തുന്നതോടെ ആസാമിൽ ഇത്തവണ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും. ആസാമിന്റെ ഭരണം കോൺഗ്രസിന് തിരികെ പിടിക്കാൻ കഴിയും. ഗൗരവ് ഗൊഗോയ് ആസാമിന്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. പശ്ചിമ ബംഗാളിൽ BJP നേരത്തെ പോലെയല്ല, ഒരു പ്രബല ശക്തിയായി മാറിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ മതേതര മുന്നണിയും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ത്രികോണ മത്സരത്തിൽ ആർക്കടിതെറ്റുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ബംഗാൾ ആരുടെ കൈകളിലേക്ക് പോകൂ എന്ന് പറയാൻ സാധിക്കൂ. ബംഗാളിൽ മമതയ്ക്കെതിരായ വലിയ വിരുദ്ധ വികാരമുണ്ട്. മമതാ ബാനർജിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇത് മുതലാക്കാൻ കഴിയുന്നവർക്ക് ബംഗാളിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. മറ്റൊന്ന് തമിഴ്നാടാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന് പേരുകേട്ട മണ്ണ്. അവിടെ ഇത്തവണ AIADMKയും DMKയും മാത്രമല്ല, നടൻ വിജയുടെ TVK കൂടി കളം നിറങ്ങിയിട്ടുണ്ട്. AIADMKയും BJPയും സഖ്യമായി മത്സരിക്കുമ്പോൾ DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം, DMKയും കോൺഗ്രസും CPMഉം CPIയും അതോടൊപ്പം തന്നെ മറ്റു ചെറു രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന സഖ്യവും ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് TVKയുടെ നിലപാട് എന്താണ്? കോൺഗ്രസ് TVK പോകുമ്പോൾ ചില ചർച്ചകൾ വിജയുമായി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആർക്കായിരിക്കും അവിടെ ദ്രാവിഡ മണ്ണിൽ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന സസ്പെൻസ് ത്രില്ലറായി തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. TVKക്കൊപ്പം പോയാൽ DMKക്ക് വലിയ ക്ഷീണമുണ്ട്. അതായത് കോൺഗ്രസ് TVKയോടൊപ്പം ചേർന്നാൽ DMK അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇത്തവണ നിർണായകമാവുക. തമിഴ്നാട്ടിലെ കിങ് മേക്കറായി മാറുക കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന, ആന്ധ്രയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരിയിൽ NR കോൺഗ്രസും തമ്മിലാണ് മത്സരം. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് NR കോൺഗ്രസ് ആണ്. നാരായണസ്വാമിയുടെ നേതൃത്വത്തിലുള്ള NR കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഇത്തവണ വലിയ
പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതുച്ചേരിയുടെ മണ്ണിൽ ഇത്തവണ അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് NR കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് ഇത്തവണ ജയിച്ചു കയറുമെന്നാണ് പുതുച്ചേരിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം പറയുന്നത്. നേരത്തെ കോൺഗ്രസ് ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ പുതുച്ചേരി ഇത്തവണ തിരികെ പിടിക്കാൻ കഴിയും. പുതുച്ചേരിയിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പുതുച്ചേരിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏക MP കോൺഗ്രസിന്റെ MP ആയിരുന്നു. അതുകൊണ്ട് പുതുച്ചേരി ഇത്തവണ ത്രിവർണ്ണ പതാക കയ്യിലേന്തുമെന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. മറ്റൊന്ന് കേരളമാണ്. 10 വർഷമായി അധികാരത്തിന് പുറത്തുള്ള കേരളത്തിൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. സർക്കാരിനെതിരായ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു സർക്കാരിനെതിരായ വിധിയെഴുത്ത് കേരളത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടക്കം നേടിയ ഉജ്ജ്വലമായ വിജയം ആവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയും. അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമടക്കം വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയും. മുൻകാലങ്ങളെ പോലെയല്ല, ഇടതു വലതു മുന്നണികൾ മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ഈ ത്രികോണ മത്സരം നടക്കുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും താമര വിരിയുമോ? 2016 വിരിഞ്ഞ താമര 2021 അസ്തമിച്ചിരുന്നു. രാജാഗോപാലിലൂടെ അക്കൗണ്ട് തുറന്ന BJPക്ക് ഇത്തവണ വീണ്ടും നിയമസഭയിലേക്ക് എത്താൻ കഴിയുമെന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ശരി, കേരള രാഷ്ട്രീയം കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കുന്നു എന്നാണ് ത്രിതല പഞ്ചായത്ത് ഫലം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് അരയും തലയും മുറുക്കി തന്നെയാണ് കേരളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന 4 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം. 5 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4 അധികാരം പിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിനു കണക്കായുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ഏകോപിപ്പിക്കുന്നത്. ദേശീയ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ തന്നെയാണ് തീരുമാനം.